എന്നതാണ് ഇതൊക്കെ? അപ്പച്ചനൊന്നും ഉണ്ടായിരുന്നേ. നിന്റെ മൂക്കിൻ്റെതാണുള്ളത്. ഈ കുന്നുമുട്ടിൽ വക്കച്ചൻ്റെതാണെന്നുള്ള ബോധം നിനക്കുണ്ടായിരുന്നത്. നേരെ മറിച്ച് അതെന്റേതാണെന്നെങ്ങാനും നാളല്ല. നീയാകെ അതിനിപ്പോ ഞാൻ ചെയ്യാൻ. അപ്പന്റെ പോലെ ഒരു കാര്യം ചെയ്യും. എത്രയും പെട്ടെന്ന് അപ്പന്റെ ഈ പടവെട്ടൊന്ന് മാറ്റ്. ഓ അത്രേ ഉള്ളോ? ഇങ്ങനെയാണ് പഞ്ഞി ഉണ്ടാക്കുന്നത്. ചുമ്മാ പിള്ള കാലത്ത് നടക്കാണ്ട് ഈ വീടൊക്കെ വൃത്തിയാക്കുക. എവിടെ നിന്റെ മകൻ കോപക്കാരൻ വീണ്ടും
എന്റെ കർത്താവേ, എന്നതാച്ചോ? അവന്റെ തോന്നിവാസം നിർത്താൻ പറയച്ചോ. എന്നാ പറയച്ചോ, അവന്റെ തോന്നിവാസം നിർത്താൻ പറയച്ചോ. അച്ചോ പറയച്ചോ, പറ. പോത്തിന് ചെവിയിൽ വേഗം മോതിയിട്ട് എന്നതാ കാര്യം സാറേ? എന്നായിക്കോട്ടെ പറയാൻ. എന്റെ കർത്താവ് ഇവരെന്നെ കൊല്ലിക്കുമെന്നാ തോന്നുന്നേ. ആ നിർത്തിക്കോ. എന്നതാച്ചോ? അവന്റെ തോന്നിവാസം നിർത്താൻ പറയച്ചോ. അതെ, നീ നിന്റെ തോന്നിവാസം അല്ലാതെ നിർത്തിക്കണ്ടേ? ആ അച്ചോ. തോന്നിവാസമല്ലല്ലോ, അധികാരം. ഒരാണിന്റെ അധികാരം. ആണിന്റെ അധികാരം മീശത്തുമ്പേരാണോന്ന് ചോദിക്കച്ചോ. അതെ, ഒരാളിന്റെ അധികാരം വിശുദ്ധനാണോ വിനുവക്കച്ച? ഉപദേശിക്കണ്ട. ഉപദേശം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഞാൻ അങ്ങോട്ട് ചോദിക്കും. ഈ കർത്താവ് എന്ന് പറയുന്നവൻ ആരാണോ? ക്രിസ്തുദേവൻ അല്ലയോ മെസ്സിയെ? ആ അച്ചോ. അല്ല അച്ചോ, കർമ്മം ചെയ്യുന്നവനാലും അവനാണ് കർത്താവ്. അപ്പോ ഈ കർത്താവോ? ഭാര്യയുടെ കെട്ടിയവൻ അല്ലയോ മെസ്സിയെ? ആ അച്ചോ. അല്ല അച്ചോ, ഭരിക്കുന്നവനാലും അവനാണ് കർത്താവ്. ഞാൻ കർത്താവ്. ഭരിക്കുന്നവൻ നീ എന്റെ മകനല്ലോടാ. അതൊക്കെ അങ്ങ് പണ്ട്. കണ്ടോ, ഇവൻ എന്നാ വർത്താനാ അച്ചോ ഈ പറയുന്നേ. ഇടവക്കച്ച വിനുവക്കച്ച. ആ, എനിക്ക് ചെവി കേൾക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാം. പറഞ്ഞാ മതി, കേൾക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കും. ആ, നീ പിള്ളേർ തൽമോടാ. അനുസരണ കേട് കാട്ടിയ. ആ അനുസരണ കേടുകാട്ടിയല്ല, ഒരു ചെറിയ എടുത്ത് ചന്തിക്ക് പതിയെ. അനുസരണ കേട് കാട്ടിയ കൊല്ലും. ആരെ? എന്നെയും വേണ്ടി വന്ന എന്റെ കർത്താവേ. അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ് നാളെ കർത്താവിനെ കൊല്ലുന്നില്ലയോ. ഇതാക്കോ കുംഭസാരം കൂതാച്ചാണോ? ഈ കുന്നുമോട് കേൾക്കും. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവരാച്ചൻ ഒരു മൂല വെച്ച സംസാരം ഒറ്റക്കാണോ വെച്ചോ? വിനുവക്കച്ചന്റെ വീട്ടിലേക്ക് നാളെ ക്രിസ്മസ് അല്ലേ? ഞാനും എന്നെ മാനം കെട്ടാൻ ത്രേസ്യയ്ക്ക് ഒരു മകനും കൂട്ടൻ
കൊണ്ട് കാട്ടിക്കണം. എടാ എന്റെ മീശ ഇനി കാണാം. ഈ മീശ വെച്ച് ഇനിയും നീ ആളുകളെ ദ്രോഹിച്ചാൽ കർത്താവ് നിന്നോട് പൊറുക്കുകയല്ല. ഓ ഉറങ്ങാൻ കിടക്കുമ്പോഴാ ശല്യങ്ങള്. എന്റെ മീശ, എന്റെ മീശ, കർത്താവേ എന്റെ മീശ. മക്കളെ, ഇവന്റെ മുഖത്തിരിക്കുന്നത് എന്റെ മീശ. ഈ മീശയിളക്കത്തിൽ വീടിന്റെ മേൽക്കൂര വരച്ചപ്പോഴും എല്ലാ പ്രാക്കും എന്റെ തലയിൽ വന്നു വീണപ്പോഴും എനിക്ക് ഒരുത്തിയെ കൂട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്റെ കൊച്ചു കഴിച്ച കൊച്ച. 35 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ഒരു ഇരുട്ടിൽ കൊണ്ടുപോലും ഞാൻ എന്റെ കൊച്ചു കഴിച്ച തല്ലിയിട്ടില്ല. മക്കളെ, എന്റെ കൊച്ചുമക്കളിൽ അടുത്തു വന്നേ. ഇവന്റെ ഈ മീശ വെട്ടണം. അത് നിങ്ങളെ കൊണ്ടേ ആകൂ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ത്രേസ്യ കൊച്ചേ. എന്നെ പ്രതീക്ഷിക്കാത്ത നമ്മുടെ മകനെ കൊണ്ട് വളരാൻ സാധിക്കും ത്രേസ്യ കൊച്ചേ. ഇന്നത്തോടെയെല്ലാം കലങ്ങി തെളിയും ത്രേസ്യ കൊച്ചേ. ജോണി, ദിവസം ഇന്നോട്ടെ എണ്ണ വ്യക്തിയ